മിനിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ പഠിച്ച ആളല്ലേ? പഠിച്ചതാണ്, 10ാം ക്ലാസ് വരെ പഠിച്ചാണ് ഇവിടെ. 4ാം ക്ലാസ് വരെ അട്ടമല്ലായിരുന്നു, ബാക്കിയുള്ളത് ഇവിടെയാണ് പഠിച്ചത്. പിന്നെ ഈ സ്കൂളിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഫാദറെല്ലാം നല്ല സജീവമായിട്ട് എന്തൊരു പ്രവർത്തനമാണെങ്കിലും നമ്മൾ അച്ഛൻ ഭക്ഷണം വെക്കുന്ന ഒരാളാണ്. പിന്നെ അച്ഛൻ എന്ത് ഒരു പരിപാടി സ്കൂളിലാണ് എല്ലാ മാഷന്മാർക്കും ടീച്ചർമാർക്കൊക്കെ അറിയാം. പിന്നെ പറഞ്ഞാൽ വിഷമത്തൊക്കെ എൻ്റെ വീടാണ്, ഇത് എൻ്റെ വീടാണ്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതമാർഗ്ഗമായ ഒരു ജീപ്പ് ഇടിച്ച് കയറി കിടക്കുന്നുണ്ട്. ഡ്രൈവറുമായിരുന്നു, ജീപ്പ് ഡ്രൈവറാണ്. ജീപ്പിൻ്റെ ഇത് ഞങ്ങൾ കണ്ടു. അത് റിപ്പോർട്ട് ചാനലിലെ ഫസ്റ്റ് ഈ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒരു 10-25 ആളെ ഞാൻ രക്ഷപ്പെടുത്തി. ഇതിന് മുകളിൽ ഇവിടെ ഈ കാണുന്ന ഭാഗത്തല്ലേ? അങ്ങനെ രാവിലെ റിപ്പോർട്ട് ചാനലാണ് അത് ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ഇത് എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ 25 ആളോളം, എൻ്റെ അമ്മയും 25 ആളോടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയാണ്. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ. അതെ അതെ, ഇത് ആദ്യം നമ്മൾ നിൽക്കുന്ന വീട് നിങ്ങളുടെ വീടായിരുന്നോ? ഞങ്ങളുടെ വീടാണത്. അത് താഴെ പോയി പൂർണ്ണമായും നശിച്ചുപോയി. അതെ അതെ. അപ്പം ഈ സ്കൂളിൽ പോയി പഠിക്കും ഈ 5ാം ക്ലാസ് മുതൽ അല്ലേ? 5, 6, 7, 8 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെ പഠിച്ചു ആണ്. 10ാം ക്ലാസ് പാസ്സായി. അതെ. 10ാം ക്ലാസ് പാസ്സാകാൻ വേണ്ടി ഒരുപാട് പേര് എഫേർട്ട് എടുത്തില്ലേ? അല്ലേ? അന്ന് 100% ആയിരുന്നോ? എല്ലാം ഇത് ഇവരെല്ലാം പറഞ്ഞ മാതിരി കുറഞ്ഞ വിജയശതമാനമുള്ളൂ. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് ഈ 100% ഈ സ്കൂളിൽ വിജയശതമാനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണോ പഠിച്ചത്? ഇവിടെയാണ് പഠിച്ചത്. എന്താ പേര്? എൻ്റെ പേര് സബിത. സബിത, എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. മോൻജൽ സാറ് എൻ്റെ ക്ലാസ് സാറാണ്. ആണോ? ആണോ സാറ് ഞങ്ങൾക്ക് ആദ്യം ഉച്ചവരെ സോഷ്യൽ സയൻസ് ഒക്കെ വിജയിച്ചോ? ഓ സാറ് ഞങ്ങൾ അനങ്ങിയ സാറിനറിയാം, ആരെ പേരെടുത്ത് പറയും സാറ് ഇന്ന ആളാണെന്ന്. മോഹൻലാൽ സാർ അങ്ങനെ ഒരു സിദ്ധി ഉണ്ടെന്ന് കേട്ടു. അതായത് കുട്ടി ക്ലാസ്സിൽ സംസാരിച്ചാൽ അല്ലെങ്കിലും പെട്ടെന്ന് മാഷ് പറയും. മിനിസ്റ്റർ, ഈ ഇവർ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം മിനിസ്റ്റർ ശ്രദ്ധിച്ചോന്നറിയില്ല. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഗ്രാമം മുഴുവൻ ഈ കുട്ടികളെ ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ചാണ് നിന്നത് അല്ലേ? അതെ അതെ അതെ, കുട്ടികളെ അതായത് ഇവർ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരും. ഈ ക്യാമ്പുള്ള സമയത്ത് ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും അവർക്ക് ഭക്ഷണം കൊടുക്കും. 7 മണിക്ക് രാവിലെ ക്ലാസ് ആരംഭിക്കും. ഒരു പ്രത്യേക നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ പോലും ആ ഗ്രാമം ആ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ചാണ് പോയതല്ലേ? ആദ്യമൊക്കെ ഉച്ച വരെയായിരുന്നു ഞങ്ങളെ ടൈമിൽ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാർമാരത്ത് കൂടുതൽ സമയം ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസങ്ങൾ കള്ളം പറഞ്ഞ് വരും, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട്. മോഹൻരാജ് സാർ ഇവിടെ സ്കൂളിൻ്റെ ഭാഗത്താണ് താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയിരുന്ന് ചിലവഴിക്കും സമയം. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലവും അധ്യാപകരൊക്കെ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. ഈ എച്ചുമരമൊക്കെ വലിയ ഞങ്ങളുടെ ഒരു ജീവിത സ്പന്ദനമാണ് സാർ ഈ നാട്. മിനിസ്റ്റർ, ഇത് ഇവരുടെ ഒരു വൈകാരികമായ പ്രതികരണമാണെങ്കിൽ അതിനകത്തൊരു എനിക്കൊന്നും നമ്മളൊക്കെ പുറത്ത് പറയേണ്ട ഒരു വലിയ കഥ ഈ സ്കൂളിൻ്റെ അതിജീവനത്തിനുണ്ട്. അത്തരം സ്കൂളുകളായി മാറണമല്ലോ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും. അപ്പോൾ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷം ഇനി ഇവിടെ അവശേഷിക്കുന്നത് എത്രയുണ്ട്? PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ. നമ്മളിനിയിപ്പം എത്ര കുട്ടികൾ ഇനി ഇവിടെ ഉണ്ടാവും? സാറേ, ഇനി 285ഓളം കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ ഈ ചൂരമലയിലുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് അവിടെ സ്കൂൾ പണിയണം. മിനിസ്റ്റർ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രായോഗികമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ കൈവശമുള്ള 2.5 ഏക്കർ ഭൂമി. അത് ഇതേപോലെ പ്രകൃതി സൗന്ദര്യമുള്ളൊരു സ്ഥലമാണോ? നല്ല സ്ഥലം തന്നെ. അതായത് ഇവിടെയുള്ള അഗതി മന്ദിരമുണ്ട്, അതിന്റെ മുകൾഭാഗമുള്ള സ്ഥലമാണ് ഈ 2.5. സുരക്ഷയുള്ള സ്ഥലമാണ്, സുരക്ഷിതമുള്ള സ്ഥലം. അപ്പൊ സുരക്ഷിതമായ ഒരു 2.5 ഏക്കർ സ്ഥലം പഞ്ചായത്തിന്റെ കൈവശമുണ്ട്. അത് പഞ്ചായത്ത് വിട്ടുകൊടുക്കും അല്ലേ? കൊടുക്കണമല്ലോ, സർക്കാരിന് വിട്ടുകൊടുക്കും. അപ്പൊ അത് സർക്കാരിന് ഏറ്റെടുത്താൽ അവിടെ ഒരു സ്കൂൾ പണിയാം എന്നൊരു നിർദ്ദേശം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എനിക്കറിയാം മിനിസ്റ്റർക്ക് അത് നേരിട്ടിപ്പോൾ ഉറപ്പ് നൽകാൻ കഴിയില്ലെങ്കിലും അത് പരിഗണിക്കാവുന്നൊരു കാര്യമാണല്ലോ. മാത്രമല്ല, മിനിസ്റ്ററും പഠിച്ചത് ഇതേപോലെ ഒരു ഗ്രാമത്തിലാണ്. നമ്മുടെ ഈ ചൂരൽമല, ഞാനും പഠിച്ചതൊരു ഗ്രാമത്തിലാണ്. ഇവിടെ നിൽക്കുന്ന നമ്മളെല്ലാവരും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഗ്രാമീണ പഠനത്തിൻ്റെ സൗന്ദര്യവും ഊർജ്ജവും ഒക്കെയാണ്. അപ്പോൾ മിനിസ്റ്ററിന് ഈ നിലയിലേക്ക് എത്തിയതിന് പിന്നിൽ അന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ജോൺ സാമുവൽ മാഷും വിൽസൺ മാഷും സാമുവൽ മാഷും ഒക്കെ ഉണ്ടാവും, ഇതേപോലൊരു ഗ്രാമമൊക്കെ ഉണ്ടാവും. അപ്പോൾ മിനിസ്റ്റർക്ക് എന്താ അതിൽ തോന്നുന്നത്? എല്ലാവരും ഇതിൽ നമ്മുടെ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓർമ്മകൾ വരും. റിപ്പോർട്ടർ തന്നെ കാണിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രം പോലെ ഞാൻ പഠിച്ച അന്തിക്കാട് KGM LP സ്കൂൾ, എൻ്റെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള പഠനം നടത്തിയ KGM LP സ്കൂൾ, 5 മുതൽ 10 വരെയുള്ള എൻ്റെ പഠനം നടത്തിയിട്ടുള്ള അന്തിക്കാട് ഹൈസ്കൂൾ, ഞാൻ മാത്രമല്ല ഞാനും മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാറും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ബാലചന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേർ പഠിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ ദുഃഖത്തിനിടയിലും എന്നെ ആനന്ദിപ്പിച്ചൊരു കാര്യം, അന്തിക്കാട് ഞാൻ പഠിച്ച KGM LP സ്കൂളിലെയും ഞാൻ പഠിച്ച അന്തിക്കാട് ഹൈസ്കൂളിലെയും കുട്ടികൾ കഴിഞ്ഞ 14-ാം തീയതി 2 വണ്ടി നിറയെ കളിപ്പാട്ടങ്ങളുമായി ഞങ്ങളെല്ലാം അധ്വാനിക്കുന്ന
ഈ ചൂരൽമലയിലേക്ക് വന്നു. 2 വണ്ടി നിറയെ കളിപ്പാട്ടങ്ങളും അത്രയേറെ പുസ്തകങ്ങളും അത്രയേറെ പെൻസിലുകളും അത്രയേറെ കുട്ടികളുടെ കുഞ്ഞുടുപ്പുകളും ഒക്കെ ആയിട്ട് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളുടെ റെപ്രസെൻറ്റേറ്റീവുമാരും ഞാൻ പഠിച്ച സ്കൂളിലെ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിവിടെ നിന്നിങ്ങനെ അധ്വാനിക്കുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഇവിടെ വരാതിരിക്കാനാകില്ല. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളാർമലയിൽ ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ സുർജിത്ത് എഴുതിയത് അരുൺ വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ വൈകാരികമായി ആ നാട്ടിലെ ഓരോ ചെറിയ ബന്ധങ്ങളെക്കുറിച്ചും ആ സ്കൂൾ എത്രമാത്രം നാട്ടിലെ ജനങ്ങളുമായി ആത്മബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും വളരെ വിശദമായി കുട്ടികളുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് സുർജിത്ത് വളരെ മനോഹരമായി കഴിഞ്ഞ ദിവസം വികാരഭരിതമായിട്ട് ആ കാര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന മുതൽ ഞങ്ങളവിടെ ചെന്ന് നിൽക്കുന്ന ഏതാണ്ട് 2 ആഴ്ചയിലധികം കാലം ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഈ സ്കൂളിൻ്റെ വിശേഷങ്ങൾ കേൾക്കാതെ ഞങ്ങൾ പോയിട്ടില്ല. മസ്ജിദിൻ്റെ മുമ്പിലൂടെ, ഈ സ്കൂളിൻ്റെ മുമ്പിലൂടെ ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ, കാൽനടയായി ഈ ചെളിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഏതൊരാൾക്കും പറയാനുണ്ടായിരുന്നത് ആ സ്കൂളിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന വലിയ അനുഭവങ്ങളെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വൈകാരിക പ്രശ്നം ആ നാടിനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സർക്കാർ നടത്തേണ്ട ഊർജിതമായൊരു ഇടപെടലിൻ്റെ ഭാഗമായി ഏറ്റവും പെട്ടെന്ന് സൗകര്യങ്ങളോടുകൂടി നമ്മുടെ മക്കളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുക, അഥവാ അവിടെ പഠിപ്പിക്കാൻ അവസരം കൊടുക്കുക എന്ന് മാത്രമേ സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. വളരെ വൈകാരികമായിട്ടുള്ളൊരു അനുഭവമാണ് വെള്ളാർമലയെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂൾ. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഭൗമ്യശാസ്ത്ര സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് ഒരു നാടിനെ പുതുക്കി പണിയുമ്പോൾ നാടിൻ്റെ സ്കൂളും ആ പുതുക്കി പണിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ചെറുതല്ല ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വൈകാരികമായൊരു കേന്ദ്രമാണ്. ആ വിധത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു, ഇവിടെ തന്നെയുള്ളത് ശാക്തീകരിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഉണ്ടാകുന്നു. ഏറ്റവും ആധികാരികമായി പഠിച്ചതിന് ശേഷം കേരളത്തിലെ ഗവൺമെൻറ് എന്നുകൊണ്ട് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വെള്ളാർമല സ്കൂൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാകുമെന്നും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു നിലപാട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടിയാലോചിച്ച് ആ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അവരോട് സംസാരിച്ച് അതിനകം ഏറ്റവും ചെറിയ കാലത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ വൈകാരികമായ അനുഭവ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുനഃസംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധയോടു കൂടി തന്നെ സർക്കാർ പരിഗണിക്കും. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊരു അഭിപ്രായം ആ കാര്യത്തിൽ പറയാനാകില്ല. നമുക്ക് ആ പഠന റിപ്പോർട്ടുകൾ കാണണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഭിപ്രായം അക്കാര്യത്തിൽ അറിയണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിക്കണം, ഈ പുനരധിവാസ പാക്കേജിൻ്റെ വിവിധ സാധ്യതകൾ പരിശോധിക്കണം. ഈ പരിശോധനയിലെല്ലാം വെള്ളാർമല സ്കൂളിൻ്റെ വൈകാരികമായ അനുഭവങ്ങൾ പിന്നെ ക്യാബിനറ്റ് ഉപസമിതിയിലൊരംഗം എന്ന നിലയിൽ, റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധയിലുണ്ടാകും. അത് എത്തേണ്ടിടത്തും പറയേണ്ടിടത്തും എല്ലാം 1000 നാവോടെ അത് പറയുകയും ചെയ്യും. റൈറ്റ്, മിനിസ്റ്റർ നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണ്. 1000 നാവോടെ നമ്മുടെ സ്കൂളിനു വേണ്ടി മിനിസ്റ്റർ ക്യാബിനറ്റിലടക്കം ഈ വിഷയം നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന വൈകാരികമായ അനുഭവം രേഖപ്പെടുത്തുമെന്നാണ്. നമുക്ക് തൽക്കാലം മിനിസ്റ്റർ സ്വതന്ത്രമാക്കാമെന്ന് തോന്നുന്നു. നമുക്കിനി മറ്റു വർത്തമാനങ്ങളിലേക്ക് കൂടി വരാം. മിനിസ്റ്റർക്ക് ഫ്രീ ആണെങ്കിൽ തുടരാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേള പറഞ്ഞോളൂ മിനിസ്റ്റർ. അല്ല അരുൺ, ഒരു കാര്യം കൂടി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറം ജില്ലയിലെ പതാക ഉയർത്തിയതിന് ശേഷം ഇമ്പിച്ചുവാവ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തൊട്ട അപ്പുറത്തുള്ള നമ്മുടെ KT ജലീലിൻ്റെ മണ്ഡലത്തിലുള്ള ഇമ്പിച്ചുവാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലേക്ക് പോകാനിട വന്നു. അവിടെ ചെന്ന് ഞാൻ ഈ സ്ഥലത്തിലെ വയനാട്ടിലെ ഈ ദുരന്ത സംഭവങ്ങളെക്കുറിച്ചും വെള്ളാർമല സ്കൂളിനെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചപ്പോൾ ഒരു 4 പെൺകുട്ടികൾ അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫാണ്. അവർ വളരെ വൈകാരികമായി വേദിയിലേക്ക് ഓടി വന്നു. എൻ്റെ പ്രസംഗം തീർത്ത് ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് അവർ എൻ്റെ വേദിയിലേക്ക് ചൂരൽമലയിലെ ഈ ഇമ്പിച്ചുവാവ മെമ്മോറിയലിലെ CT സ്കാൻ ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ പോയത്. ഞാൻ KT ജലീലും ഇരിക്കുന്ന വേദിയിലേക്ക് അവർ വൈകാരികമായി വന്നു. അവരെൻ്റെ കൈ പിടിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ചൂരൽമലയിൽ താമസിച്ചിരുന്ന അവരാണ്, ഞങ്ങൾ പഠിച്ച സ്കൂളാണ് വെള്ളാർമല. അവർ വളരെ വികാരഭരിതരായിട്ട് വിങ്ങിപ്പൊട്ടി. അവർ ആ സ്കൂളിനെക്കുറിച്ച് വാദോരാതെ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇമ്പിച്ചുവാവ മെമ്മോറിയൽ ആശുപത്രിയിലെ മാനേജരോട് ഇവരെ ഒരു പ്രത്യേക വാഹനത്തിൽ കയറ്റി ഏറ്റവും പെട്ടെന്ന് അവരുടെ നാട്ടിലേക്ക് പോകണം. അമ്മയ്ക്കും അച്ഛനും ബന്ധുക്കൾക്കും ആർക്കും പ്രയാസമില്ല, അവർ കുറച്ചുകൂടി മാറിയിട്ടാണ് താമസിക്കുന്നത്, ചൂരൽമലയിലാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ അടിയന്തരമായി അവിടേക്ക് അവരെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ബന്ധുക്കളെ മാത്രം കണ്ടാൽ പോലെ ഞങ്ങൾക്ക് ആ സ്കൂളിലേക്ക് കൂടി ഒന്ന് പോകണം. അത്രയും വികാരപരമാണ് വെള്ളാർമലയിലെ സ്കൂളുമായിട്ടുള്ള നാട്ടിലെ ജനങ്ങളുടെ ബന്ധം എന്ന് നേരിട്ടറിയാൻ ഇടയായതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടും എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാനിത് ഈ അനുഭവം ഒന്ന് പറയണമെന്ന് വിചാരിച്ചു, അത്രമാത്രം.
താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ ഇടപെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻരാജ് മാഷേ, മിനിസ്റ്റർ നന്ദി പറയാം അല്ലേ? മന്ത്രിയുടെ ഈ താല്പര്യത്തിന് ഈ ചെയ്യുന്നതിനേക്കാൾ ചെയ്യുമെന്ന് പറഞ്ഞ വാക്കിൽ ഞങ്ങൾ ഉറച്ച് നാട്ടുകാരും ഞങ്ങളും വിശ്വസിക്കുകയാണ്. അങ്ങ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർക്കും ഞങ്ങളുടെ അധ്യാപകർക്കും വേണ്ടി അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു.